വൾഗറായിട്ടുള്ള ഒന്നും ഈ വീഡിയോയിലില്ല. എങ്ങനെ വളരെ ഡീസന്റ് ആയിട്ട് പോത്തിന്റെ ചുക്കാവണി ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. വെറൈറ്റി ഫുഡ് കൂടാതെ നമ്മുടെ കുക്കിങ്ങിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുക്കിങ് അപ്പാപ്പനും കൊച്ചുമോനോട് ചെയ്തോളും. ഞാൻ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞുതരാം. 1-2 സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ സാധനം ഒരു പോത്തിന് ഒരെണ്ണമുള്ള അവസാനം കോട്ടപ്പുറത്ത് നിന്ന് 500 രൂപക്കാണ് മേടിക്കണം. നമുക്ക് എന്തായാലും നല്ല നാടൻ സ്റ്റൈലിൽ കുക്ക് ചെയ്യാം. ലെറ്റ്സ് ലിവ് ടു യു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി പോത്തിന്റെ പിടുക്ക് പോത്തിന്റെ പിടുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മള് ടെസ്റ്റക്കിൾസ് എന്ന് പറയും. ഇത് നമ്മൾ എന്താ പറയാ ഇത് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി വലുതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഇത് നമ്മൾ ആദ്യമായിട്ടാണ്ടാ നമുക്ക് ഇത് ഇത്രയും വലിപ്പമൊക്കെ ഉണ്ട് നമ്മള് അല്ലെ. നീ ശ്രദ്ധിച്ചണ്ട ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിൽ ചേർക്കണുള്ളൂ. അതായത് സിമ്പിളാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. പോയിട്ടൊരു തകലയിൽ വെള്ളം എടുക്കണ്ട. ആ പോക്കാൻ പറ്റണല്ലേ ഇവിടെ ചെയ്. എങ്ങനെ അപ്പൊ ഇതൊക്കെ ഏകദേശം നമ്മ കട്ട് ചെയ്ത് കഴിഞ്ഞ് സംഭവം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ അങ്ങനെ അങ്ങനെ അങ്ങ് ഊരിയെടുത്തോ. ഇതെന്താണെന്നാ ഇങ്ങനുണ്ട് ഇങ്ങനെ ഇത് ജസ്റ്റ് വട്ടം ഇങ്ങനെ മുറിക്കാം. എന്നിട്ട് ഒലിച്ചെടുക്കാം. കട്ട് ചെയ്തെടുത്ത വൃഷണം കണ്ടാ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. ഇനി നല്ല ലൂസായിട്ട് അടിപൊളി സാധനമാണ്. പ്രോട്ടീനൊക്കെ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അത് നോക്കിയിട്ട് താഴെ എഴുതി കാണിക്കാം. പക്ഷെ ഇത് നല്ല ഹെൽത്തിയാണ്. ഇത് ഞാൻ റിസർച്ച് ചെയ്തത്, ഞാൻ നോക്കിയിട്ടില്ല. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സംഭവം. മുറി ഇത്രയും മീറ്റാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കണം. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആദ്യം ഒന്ന് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് വരാം. കൊണ്ട് കളഞ്ഞിട്ടുമ്പോ ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വേപ്പല ഇത്ര സാധനങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം. നല്ല മഴക്കോളുണ്ട്. ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഥാനായിക കറിയും വേവിച്ച് വന്നിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോ എന്താണ് ഇപ്പൊ വേവിക്കുമ്പോ ആളുകളോട് പറയാനുള്ള ടിപ്പ് എന്താണ്? എന്തിന് ഞാൻ നിങ്ങൾക്ക് ആ ക്ലിക്ക് ബൈറ്റ് തരണം? നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? നിങ്ങളുടെ ലാഭത്തിന്റെ വിഹിതം എനിക്ക് തരുന്നുണ്ടോ? മുഖം ബ്ലർ ചെയ്യാ, പേടിക്കണ്ട. വാ മുഖം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ആണാ ഇതിന് പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ മസാല ഒന്നുമില്ല, നമുക്ക് റെഫറൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ വേവിച്ചെടുത്തത്. നല്ല നെയ്യുണ്ട്. എന്തിട്ടുണ്ടാന്ന് നോക്കാം. എന്നിട്ടുള്ളൂ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് എന്നാലും ഓക്കെയാണ്. കുറച്ച് ഉരുളക്കിഴങ്ങിലോട്ട് തട്ടി കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. നല്ല സ്മെല്ല് തന്നില്ലേ തോന്നല്ലേ?
നല്ല മണം വന്നില്ലേ? സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എടുത്തോ. കൂടുതൽ പണിയെടുത്തത് ഇവർ രണ്ടുപേരായതുകൊണ്ട് ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയുണ്ട്. നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് ഒരുപാട് വലിച്ചെടുത്ത് തിന്നരുത്. ഇവിടെ കുറച്ച് വിശിഷ്ട വ്യക്തികളൊന്ന് നിൽക്കണ്ട്, അവർക്ക് കൊടുക്കാം. അപ്പൊ ആദ്യമായി അവിടെ വെച്ചോ ബിനീഷേട്ടൻ. ബിനീഷേട്ടൻ ക്യാമറ ഓൺ ആക്കുമ്പോ കഴിക്കൂല, ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മിസ്റ്റർ രതീഷ്, ക്യാമറ ഓൺ ആക്കുമ്പോ കഴിക്കാല്ല. കേട്ടോ അല്ലേ? ഒരു ഉരുളക്കിഴങ്ങ് നല്ല കൃഷ്ണോണ് ഏറ്റവും ടേസ്റ്റ്. നെയ്യുണ്ട്, കപ്പടൊപ്പം മിക്സ് ചെയ്യാനാ പറ്റിയ സാധനമാണ് അല്ലേ ഇത്. ഇതാണ് മറ്റേ സാധനം ചേട്ടാ, ഇതാണ് അല്ലേ? ഇത് നല്ലത് നീട്ടുണ്ടായി, നല്ല വലിപ്പുണ്ടായി. ഏയ് ഇതങ്ങനല്ലേ, ഇത് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കണം. നല്ല രസമായിരുന്നു കാണാൻ, വീഡിയോ വരുമ്പോ കാണാം. നമുക്ക് വഞ്ചി പോയിനി. ரொம்ப சூப்பரா இருக்கு. പുട്ടാണ്ടതിന്റെ നമ്മ വേറെ ഇതൊന്നുമില്ല ബീഫിന്റെ. നമ്മളിപ്പോ പോത്തിന്റെ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. ഇനിയിപ്പോ നമ്മള് വേറൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ പോത്താണെന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ ഗസ് ചെയ്തോ കിടില സാധനം ആയിരിക്കും തന്നെ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതെന്ത് പറയോന്നുള്ളതാണ്. ഞാൻ പറഞ്ഞോ പോത്തിന്റെ മാന്യൻ. ഇതിവിടെയാണ് ബൈക്ക്. രഹസ്യം പറഞ്ഞതാണാ കേട്ടത്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞേ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് ഷെയർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയണ്ട. അടുത്ത തവണ നമ്മള് ലൈക്ക്